ദുബായ് മാളിൽ ജൂലൈ 1 മുതൽ പെയ്ഡ് പാർക്കിംഗ് പ്രാബല്യത്തിൽ. ടോൾ ഗേറ്റ് ഓപ്പറേറ്ററായ സാലിഹായിരിക്കും പാർക്കിംഗ് ചുമതല ഏറ്റെടുക്കുക. മാളിലെ ഗ്രാൻഡ് പാർക്കിംഗ്, സിനിമ പാർക്കിംഗ്, ഫാഷൻ പാർക്കിംഗ് എന്നിവിടങ്ങളിലാണ് സാലിഹിന്റെ പാർക്കിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കുക. പ്രവൃത്തി ദിനങ്ങളിൽ ആദ്യ 1 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമായിരിക്കും. തുടർന്ന് 20 ദിർഹം മുതൽ ഫീസ് ഈടാക്കി തുടങ്ങും. വാരാന്ത്യ ദിവസങ്ങളിൽ ആദ്യ 6 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമായിരിക്കും. തുടർന്നുള്ള ഓരോ മണിക്കൂറിനും ചാർജ് ഈടാക്കും. അതേസമയം സാബിയിൽ, ഫൗണ്ടേഷൻ വ്യൂസ് പാർക്കിംഗ് എന്നിവയിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. കഴിഞ്ഞ ഡിസംബറിൽ ദുബായ് മാളിലെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ഉടമകളായ ഇമാർ പ്രോപ്പർട്ടീസുമായി സാലിക്ക് കരാറിൽ എത്തിയിരുന്നു. ഇതുപ്രകാരം ഡ്രൈവർമാർക്ക് തടസ്സം കൂടാതെ പാർക്കിംഗ് നടത്താവുന്ന ഇലക്ട്രോണിക് സ്കാനിംഗ് സംവിധാനമാണ് സാലിക്ക് ദുബായ് മാളിൽ സ്ഥാപിക്കുക. 13,000 പാർക്കിംഗ് സ്ഥലങ്ങളാണ് ദുബായ് മാളിൽ നിലവിലുള്ളത്. ഇമാർ മാളിന് പിന്നാലെ എമിറേറ്റിലെ മറ്റു ബിസിനസ് മാളുകളിലെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഏറ്റെടുക്കാനും സാലിക്കിന് പദ്ധതിയുണ്ട്. സന്ദർശകർക്ക് തടസ്സം കൂടാതെ പാർക്കിംഗ് ഇടങ്ങൾ ഉറപ്പുവരുത്തുന്നതിനൊപ്പം വേഗതയിലും എളുപ്പത്തിലും പാർക്കിംഗ് സ്ഥലങ്ങൾ കണ്ടെത്താനും പുതിയ സംവിധാനം മുഖേന സാധിക്കുമെന്ന് ഇമാർ പ്രോപ്പർട്ടീസ് ഉടമ അഹമ്മദ് അൽ മത്രൂഷി വ്യക്തമാക്കി. പ്രത്യേക ഇലക്ട്രോണിക് സംവിധാനമാണ് പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിനായി സാലിക്ക് ഉപയോഗപ്പെടുത്തുക. പാർക്കിംഗ് ഗേറ്റുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ വാഹനങ്ങൾ മാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്പർ പ്ലേറ്റുകൾ സ്കാൻ ചെയ്ത് പ്രവേശന സമയം രേഖപ്പെടുത്തും. തുടർന്ന് വാഹനം തിരികെ പോകുമ്പോൾ വീണ്ടും നമ്പർ പ്ലേറ്റ് സ്കാൻ ചെയ്ത് പാർക്ക് ചെയ്ത സമയം കണക്കുകൂട്ടി പണം ഈടാക്കുന്നതാണ് സംവിധാനം. മീഡിയ 1 ദുബായ്.